സഹൃദയകലാസ്നേഹികളെ ഖലീഫ കണ്ടു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പടം എനിക്കൊരു ആവറേജ് ഫീലാണ് തന്നത്. മോശം സിനിമയല്ല, ഓക്കെ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. എക്സിന്റെ BGM ഒക്കെ സൂപ്പർ, നല്ല പാട്ടുകളും ഉണ്ട്. ഈ നമ്മൾ ട്രെയിലറിലും ടീസറിലും കണ്ട ഒരു BGM ഇല്ലേ, ആ പൃഥ്വിരാജിനെ കാണിക്കും, ആ BGM വരുന്ന ഭാഗമൊക്കെ പൊളി, നല്ല സീനുകളാണ്. ആ സമയത്തുള്ള ഷോർട്സും സിനിമാറ്റോഗ്രാഫിയും ക്യാമറ വർക്കൊക്കെ നല്ല രസമുണ്ട്. പൃഥ്വിരാജിന്റെ ലുക്ക് സൂപ്പർ, പൃഥ്വിരാജിന്റെ എൻട്രി പൊളി. പിന്നെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന മോഹൻലാലിന്റെ ക്യാമിയോ പൊളി. ആ ക്യാമിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കബാലി സിനിമയ്ക്കകത്തൊരു എൻട്രി ഉണ്ടല്ലോ രജനീകാന്തിന്റെ, ആ സാധനമാണ് എനിക്ക് കറക്റ്റ് ഫീൽ ചെയ്തത്. മോഹൻലാൽ വെച്ചേക്കണ കുറച്ച് വിഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. നല്ല പോലെ അത് വിഗ് ആണെന്ന് ഫീൽ ചെയ്യണമെങ്കിൽ തേച്ചൊട്ടിച്ച് വെച്ചേക്കണതല്ലേ. പക്ഷേ ലുക്കൊക്കെ ഓവറോൾ ലുക്കൊക്കെ നൈസായിട്ടുണ്ട്. ക്രിസ്മസ് അപ്പം ലുക്കാണ്. ക്രിസ്മസ് അപ്പം ലുക്ക് ഇൻ ദ സെൻസ് മീൻസ് വൈറ്റ് താടി വൈറ്റ് മുടിയായിട്ടുള്ള ലുക്കാണ്. അതൊക്കെ കൊള്ളാം. അപ്പം അതൊക്കെ ഓർത്താണ് കാണാൻ. പക്ഷെ അതല്ല, 2 ക്യാമിയോ വേറെ ഉണ്ട്. ഞാൻ സ്പോയിലർ അടിക്കുന്നില്ല, പക്ഷെ അതിലെ ലാസ്റ്റ് ക്യാമിയോ സൂപ്പർ. രണ്ടാമത്തെ ക്യാമിയോ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് ജസ്റ്റ് ഓക്കെ, നമുക്ക് മനസ്സിലാവും ആരാണെന്നുള്ളത്, അങ്ങനെ ഒന്നും നല്ല കൊള്ളാം. പക്ഷെ അവസാനം വന്ന ക്യാമിയോ പൊളിയുടെ ആ ക്യാമിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ആ പേഴ്സണെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ റൂമർ അങ്ങ് കേട്ടില്ല. ഞാൻ പൊതുവെ ഇങ്ങനെ അപ്ഡേറ്റ്സ് ഒരുപാട് ഇങ്ങനെ കേൾക്കാത്തതുകൊണ്ട് എനിക്കത് വർക്കായി. കാര്യം അങ്ങനത്തെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സാധനം അങ്ങ് പോകും. അതുകൊണ്ട് എനിക്ക് മോഹൻലാലിൻ്റെ പക്ഷേ ഓക്കെയാണ്, ഞാൻ നല്ല ക്യാമിയോ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പക്ഷേ അതിനേക്കാളും വീട്ടിലെ സാധനമാണ് ലാസ്റ്റ് കാണിച്ച ആ ക്യാമിയോ, അത് പൊളി സാധനം. ഇനി ഇതിനെപ്പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പൃഥ്വിരാജുണ്ട്, നിതിൻ മുകേഷ് ഹാരിസ്, അതായത് ഒരു വെളുത്ത സുന്ദരനായ നടയില്ലേ, പുള്ളി കൊണ്ടുവന്നേക്കുന്നത് സുന്ദരനായ ഒരു വില്ലനെ വേണം. പുള്ളി ഇങ്ങനെ കൊണ്ട് നടത്തിക്കണം. എന്നിട്ട് സ്ലോ മോഷനിൽ കുറച്ച് BGM ഒക്കെ ഇട്ട് കൊടുത്ത് പുള്ളി ഇങ്ങനെ അങ്ങനെ ഡയലോഗ്സ് ഒക്കെ പറയണം. അല്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവസാനം ഇടി കൊണ്ടിങ്ങനെ പെരഞ്ഞ് കിടക്കുന്നുണ്ട്. അല്ല ഒരു സാധനം അതിനകത്ത് ചെയ്യാനില്ല. പിന്നെ വേറൊരു കഥാപാത്രമുണ്ട്. എന്തിനാണ് അൽഫാമായിട്ടാണ് അഭിനയിച്ചത്. ശിവജിത്ത് എന്ന് പറഞ്ഞ ഒരു ആക്ടർ അറിയാലോ, മുസ്ലിമുള്ള പുള്ളിക്കാരെ അൽഫാമായിട്ട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്തത് എനിക്ക് മനസ്സിലായില്ല. അൽഫാമാക്കി എന്തിനാണ്? അൽഫാം എന്ന് പറഞ്ഞാൽ പകുതി എന്തൊരു അൽഫാം അതിലെ വിക്രോടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും സിനിമ കാണുമ്പോൾ. പട്ടികയും പൂച്ചിനെയൊക്കെ നമ്മൾ പൊതിഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കാണുകയാണെങ്കിൽ അവസാനം കോടതിയിൽ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ട് പോയേക്കണം എന്നൊക്കെ പറഞ്ഞ സീനൊക്കെ കാണിച്ചു. എന്തിനാണ് ഒരു ആവശ്യം ആ സിനിമയ്ക്കകത്തില്ല, ഇതിനകത്തില്ല. അത് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലും നല്ലതായിരുന്നു. അത് ചെയ്തതോടുകൂടി കോമഡിക്ക് അത് കാണുമ്പോൾ സിനിമയിൽ എനിക്ക് ചിരി വരും. നല്ല കീടിലും എലിവേറ്റ് ചെയ്തിരിക്കുന്ന സീനകത്ത് ഈ സാധനം ഇങ്ങനെ കൊണ്ടുപോയിക്കുമ്പോൾ എനിക്ക് ചിരി വന്നോണ്ടിരുന്നു. അതൊരു ബാക്കിയൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ മോഹിനിയുണ്ട് പൃഥ്വിരാജിന്റെ അമ്മയായിട്ട്. ഒരുപാട് നാഗേശ്വരൻ അവരെ ഞാൻ സിനിമയ്ക്കകത്ത് കാണുന്ന പൂച്ചക്കണ്ണൊക്കെ ഉള്ള, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാലോ. വായു ഭഗവാൻ ഉണ്ട്. പിന്നെ വായു ഭഗവാൻ കുറച്ച് വായു കുറച്ചിട്ടുണ്ട് രഞ്ജി പണിക്കർ. അത്രയും അങ്ങനെ പിടിക്കേണ്ടെന്ന് ഡയറക്ടർ പറഞ്ഞുകൊണ്ട് ഒരു നിർഗുണനായതുകൊണ്ട് മാത്രം പുള്ളിക്ക് ആ കഥാപാത്രത്തിനനുസരിച്ചുള്ള ശ്വാസം എടുപ്പം നിർത്തിയിട്ടുള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്, പിന്നെ അവസാനം ഡെഡായി ബോളോട്ട് പോകുന്നുണ്ട്. ഒന്നും ചെയ്യാനില്ല. സാധാ കഥാപാത്രം. ഇന്ദ്രൻസിന്റെ കഥാപാത്രം കൊള്ളാം. ഇന്ദ്രൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻസിന് ഏത് കഥാപാത്രം കൊടുത്താലും പുള്ളിക്ക് ഒരു പവർ ഫീൽ ചെയ്യും കേട്ടോ. അതെനിക്ക് ഞാൻ ഇതിനകത്താണ് ഈ പുള്ളി ഒന്നും ചെയ്യാനില്ല. എന്നാൽ കുറച്ച് ഡയലോഗ്സ് ഒക്കെ ആണ് ആ പുള്ളി ഉള്ളത്. പക്ഷെ ആ പറയുന്നതിലൊക്കെ ഒരു ഫീലുണ്ട്. പുള്ളിക്ക് എന്തോ ഒരു ബാക്ക് സ്റ്റോറി ഉള്ള പോലെ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. പുള്ളിക്ക് എന്തോ ഒരു സാധനമുണ്ട്. അത് മേ ബി ഞാൻ സെക്കൻഡ് പാർട്ടിൽ കാണാതിരിക്കാം. സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ, അറിയാമല്ലോ. കഥ ബേസ് കുറച്ച് എവിടെയൊക്കെയോ വീക്ക്. ഒന്നാമത്തെ ദിവസത്തിനകത്ത് ഫസ്റ്റ് ഹാഫിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്, എഴുത്തിലുണ്ട് കേട്ടോ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നായിക, അതായത് മാളവിക ശർമ്മ അല്ലേ, അതെ മാളവിക ശർമ്മയാണ് പൃഥ്വിരാജിന്റെ നായികയായിട്ട് വരുന്നത്. നായികയുടെ ഇഷ്ടം പറയുന്ന സീനൊക്കെ എന്തോന്ന് ക്രിഞ്ചടായി. ഇത് മലബാർ സൈഡിലൊക്കെ ഇങ്ങനെയാണെന്നാണ് ഒരു സാധനം ഉണ്ടാവും. ഒരു പെണ്ണിനെ കാണുന്നു ഇഷ്ടമാണെന്ന് പറയുന്നു, ഉമ്മ ആലോചിച്ചെന്ന് പറയുന്നു, അവൾ ഓക്കെ ചിരിക്കുന്നു, കെട്ടുന്നു, കൊച്ചാവുന്നു. അതെന്തോന്ന് ഒരു ഇതില്ല. ഒരു പാട്ടൊന്നും കുഴപ്പമില്ല, കൊള്ളാം, പാട്ടൊക്കെ നല്ലതാണ്. പക്ഷെ അതൊന്നും ഒരു ഒട്ടും എനിക്ക് കൺവിൻസ് ആയില്ല. എന്തോ സാധനം ഒരു രസമില്ലാത്ത രീതിയിൽ പെട്ടെന്ന്. അപ്പോൾ അപ്പോഴേക്കും എനിക്ക് ഭയങ്കര ബോറടിച്ച്. ഇത് പെട്ടെന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ പോയ സിനിമ. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ സിനിമഗ്രാഫ് കുറച്ചൊന്ന് കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. ലാസ്റ്റ് ഇറങ്ങി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ആവറേജ് ഫീൽ ആയിട്ടാണ് എനിക്ക് പടം തോന്നിയത്. പിന്നെ ഇതിനകത്ത് പൃഥ്വിരാജിന്റെ കൂട്ടുകാരനായിട്ട് നമ്മുടെ സഞ്ജു ശിവറാം തന്നെ പുള്ളിയുടെ പേര്. അതെ പുള്ളിക്കാരൻ പൃഥ്വിരാജിന്റെ കൈകളാണ്. അതിന് കൂടെ തന്നെ ഉണ്ട് എല്ലാത്തിലും. അവസാനം പോയിട്ട് എന്തൊക്കെയോ വേറെ ഒരു സാധനം കാണിക്കുന്നുണ്ട്. പെട്ടെന്നൊരു സംഭവം ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ കരുതി വേറെ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ ഉണ്ടാവും എന്നൊക്കെ അതിനകത്ത്. പക്ഷെ അത് എനിക്ക് അത്ര ഇത് സെറ്റായില്ല. ആ റീസണൊക്കെ പെട്ടെന്ന് ഒരു ദിവസം പുള്ളി ഇങ്ങനെ നടക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ റോഗ് ആക്കുന്നു പുള്ളി. പിന്നെ ഡ്രഗ്സിന് അഡിക്റ്റ് ആകുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു. അങ്ങനത്തെ കുറേ സാധനങ്ങൾ എഴുത്തിലെ പ്രശ്നമാണ്. തിരക്കഥയിലെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയൊക്കെ കുറഞ്ഞും പോയൊക്കെ നിന്നിട്ടുണ്ട്. ബട്ട് എന്നാലും ഓവറോൾ നമുക്ക് പടത്തിന് ഒരു മ്യൂസിക്കും ആ ഒരു മൂമെന്റും സിനിമാറ്റോഗ്രാഫിയും കട്ട്സും എഡിറ്റും ഒക്കെ കൊണ്ട് ബോറടിക്കാത്ത രീതിയിൽ പടം കൊണ്ടുപോകുന്നുണ്ട്. പൃഥ്വിരാജ് ആക്ച്വലി ഓഫ് കോഴ്സ് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ ഫിസിക് കൊണ്ടും ലുക്ക് കൊണ്ടും സ്ക്രീനിൽ പൃഥ്വിരാജ് നിൽക്കുന്നത് കാണാനൊരു രസമുണ്ട് ഇതിനകത്ത്. പിന്നെ അവസാനത്തെ ഹൈപ്പിന് വേണ്ടി നമ്മൾ ഇരിക്കുമല്ലോ. സെക്കൻഡ് ഹാഫിനകത്ത് ആ ഒരു സാധനമുണ്ട്. അടുത്ത പാർട്ടിലേക്ക് എന്തോ ഒരു സംഭവം അവർ തരാൻ വേണ്ടി, അതായത് ഒരു വലിയ സംഭവം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അതിനകത്ത്. ഇതിന് ശേഷം പിന്നെ വേറെ ഒന്നും കാണിക്കുന്നില്ല. ഇതിൻ്റെ ഒരു സാധനം ഒരു ഗ്ലിൻസ് ഇട്ട് വന്ന് ഇനി അടുത്ത അവരുടെ കഥയാണെന്നുള്ളൊരു സാധനം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇത്രയും കാസ്റ്റ് ഇനി വന്നതുകൊണ്ട് ഇനി എന്തായിരിക്കും അതിൽ ഇതിനേക്കാളും വലിയൊരു സാധനം വേണമല്ലോ. അപ്പം
അപ്പം അത് ഇനി വലിയ രീതിയിൽ എഴുതി വെക്കണം. ഇതിനകത്ത് പോലത്തെ അൽഫാമിനെ ഒന്നും സിനിമയിൽ കൊണ്ട് വെക്കായിരുന്നു, പടം കൊള്ളായിരിക്കും. അയ്യോ ചിരിച്ച് ഞാൻ ഉപ്പാടൊന്നും വേണം. എനിക്ക് ഏറ്റവും പടത്തിനകത്ത് കോമഡി എടുത്തു തോന്നി ആ സാധനമാണ്. പാട്ടുകളൊക്കെ കൊള്ളായിരുന്നു, നല്ല പാട്ടുകളാണ്, പാട്ടുകളൊന്നും മോശമല്ലാത്ത പാട്ടുകൾ. പക്ഷേ ഈ ഭ്രാന്തായാലും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ ഒരു പാട്ട് നമ്മളിപ്പോൾ കേട്ടത് അത് ഈ പടത്തിനകത്ത് എവിടെയും കേട്ടിട്ടില്ല. തിയേറ്ററിന് കുഴപ്പമെന്ന് പറഞ്ഞാൽ സൗണ്ട് എനിക്ക് പല സ്ഥലങ്ങളിലും ഭയങ്കര അരോചകവും ഓവറും ആയിട്ട് തോന്നി. ചില BGM ഒക്കെ ചില സമയങ്ങളിൽ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നി. മേ ബി തിയേറ്ററിൻ്റെ കുഴപ്പമായിരിക്കും. പക്ഷേ മ്യൂസിക്കൊക്കെ ഇഷ്ടപ്പെട്ടു എനിക്ക്. ആ മറ്റേ ഈ നമ്മളെ ടീസറിൽ കണ്ട ആ BGM കുറച്ചുകൂടി സിനിമയ്ക്കകത്ത് എവിടെയെങ്കിലുമൊക്കെ വേണമായിരുന്നു തോന്നി. പല സ്ഥലങ്ങളിൽ അതല്ല BGM ആയിട്ട് വരുന്നത്, അതിൻ്റെ വേരിയേഷൻസ് പോലും അല്ല, വേറെ വേറെ BGMs ഒക്കെയാണ് ചെയ്തേക്കുന്നത്. എന്നാൽ ആ BGM വരുന്ന സ്ഥലങ്ങളിലുള്ള സാധനങ്ങളൊക്കെ സൂപ്പറാണ്. പൃഥ്വിരാജ് പിന്നെ പല വ്യത്യസ്ത രീതിയിൽ എങ്ങനെ നമുക്ക് സ്മഗിൾ ചെയ്യാം, സ്മഗിൾ ചെയ്തതിൻ്റെ കാരണങ്ങൾ എങ്ങനെയാണ്, സ്മഗ്ലിങ്ങിന് നമ്മുടെ ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധം, എവിടെയൊക്കെയോ സ്വർണ്ണക്കടത്തുമായിട്ടുള്ള നമ്മുടെ ഏതോ ഒരു പാർട്ടിയെ ഇട്ട് കൊട്ടുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ കഥകളൊക്കെ വന്ന് ടച്ച് ചെയ്തൊക്കെ പോകുന്നുണ്ട്. ഷമ്മിത്തിലകൻ ഇതിനകത്തുണ്ട്. ഷമ്മിത്തിലകൻ വെള്ളം മുടിക്കാരനായ നമ്മുടെ പഴയ ഇന്ത്യൻ താത്തയെ പോലത്തെ മുടിയൊക്കെ വെച്ച് ഷമ്മിത്തിലകൻ വരുന്നുണ്ട്. അല്ല അതുപോലെ അതുപോലത്തെ ഒരു വീക്കൊക്കെ വെച്ച് വരുന്നുണ്ട്. പുള്ളിക്കാരനത് ആക്ച്വലി മെയിൻ വില്ലനായിട്ടുള്ളത് പുള്ളി തന്നെയാണ്. മറ്റേ ഈ നെയിൽ വന്നേക്കുന്നത് സത്യം പറഞ്ഞ പുള്ളി ഇങ്ങനെ ചുമ്മാ ഞാൻ പറഞ്ഞു സുന്ദരനായ വില്ല വേണം, ഒരു കോർപ്പറേറ്റ് മലയാളി വേണം, ടിപ്പിക്കൽ ഒരു സാധനം, ടിപ്പിക്കൽ കോർപ്പറേറ്റ് മുതലാളി സാധനം തന്നെയാണ്. അല്ലാതെ തന്നെ അത് അയാൾക്കൊന്നും ചെയ്യാനൊന്നുമില്ല. തിയേറ്റർ ഭാഷ ഉണ്ട്, പ്രത്യേകിച്ച് ഫാൻസിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അവർക്കൊക്കെ ഒരുപാട് സാധനങ്ങൾ കാണാനൊക്കെ എന്തായാലും ഇതിനകത്തുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ അവർക്ക് വേണ്ടി ഇടിയും ചവിട്ടും കൊഴുത്തും ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എലിവേറ്റ് ചെയ്ത് കിട്ടും. BGM കാര്യങ്ങളൊക്കെ ഉണ്ട്. പൃഥ്വിരാജിൻ്റെ ആക്ഷൻ ആണെങ്കിലും എല്ലാം അത്യാവശ്യം നന്നായിട്ടുണ്ട്, മോശമൊന്നുമല്ല. എന്നാലും എനിക്ക് ഏറ്റവും അവസാനം പറയാനുള്ളത് അൽഫാമിനെ നിങ്ങൾ ഒഴിവാക്കാമായിരുന്നു, ബാക്കി എല്ലാം സെറ്റായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണും. കണ്ടവരാണെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തൂ.